അപ്പൊ അവന്റെ കഥ ഞാൻ പിന്നീട് പറയാം. മറ്റുള്ളവരെ പറ്റിച്ച് പണം ഉണ്ടാക്കുന്നുണ്ട്. ഭയങ്കര സങ്കടം അവന് കേട്ടോ. അവൻ ആരെയൊക്കെയോ ഇരുന്ന് പറ്റിക്കുന്നുണ്ട്. ആ കഥ അവൻ ഇവിടെ വന്ന് എഴുതി വെക്കുക. ഇനി ഇതിനെയും കൂടെ പറ്റിച്ചെടുക്കാനുള്ള പണിയാ. അവൾ ചെയ്യുന്നതിന് നിങ്ങൾ അനുകൂലിക്കുന്നുണ്ടോ? പതിയെ പതിയെ ഇങ്ങനെ വർത്തമാനം പറഞ്ഞ് അടുത്തു കൂടാനാ കേട്ടോ. അപ്പൊ നവനീത് സുരേഷ് മൂക്കും പിന്നെ വായി മാത്രം മറച്ചു വെച്ചുകൊണ്ട് വന്ന്, നവനീത് സുരേഷ് എന്ന് പറഞ്ഞൊരു പെണ്ണല്ല, അല്ല ആണല്ല, പെണ്ണാ. പെണ്ണിന്റെ ഫോട്ടോയാണ്ട് ഇവിടെ ഇങ്ങനെ തന്ത പിന്നെ സിന്ദൂര രാഗം നീട്ടി വരച്ചിട്ടുണ്ട്. ഭർത്തൃമതിയാ, പതിവ്രതയാ. എന്തിന്? കോളേജ് കഴിഞ്ഞ് ജോലി ചെയ്ത് ജീവിച്ചവർ വല്ലവന്റെയും തോളിൽ കയറി നാണം കെട്ടി ജീവിക്കുന്നതിന് എന്തനുകൂലിക്കാൻ? സ്വന്തം കഥ വിളിച്ചു പറയുക. അവളാണിപ്പോ വല്ലവന്റെ തോളിൽ കയറി അല്ലെങ്കിൽ ഏതവനെയോ തോളിൽ കയറ്റി വെച്ചോണ്ട് ജീവിക്കുന്നത്. അത് ഞാനാണെന്ന് നിങ്ങൾ നോക്ക്. എന്റെ 2 തോളിലും അങ്ങനെ ആരെങ്കിലും കയറി ഇരിപ്പുണ്ടോ? ഞാൻ ആരെങ്കിലും തോളിൽ കയറ്റി വെച്ചിട്ടുണ്ടോ? നോക്ക്, ഇവിടെ ആരെങ്കിലും ഇരിപ്പുണ്ടോ? ഇല്ലല്ലോ. എന്നിട്ട് ഇവിടെ കളത്തര വെള്ളി വന്ന് എഴുതി വെച്ചേക്കുന്നത് എന്തനുകൂലിക്കാൻ? കണ്ടാൽ നോക്കാറ് പോലുമില്ല, വെറുത്തുപോയെന്ന്. സത്യമാ. അവള് കണ്ണാടി നോക്കി അവള് വെറുത്തു പോകും ഓരോ നിമിഷവും. അവളുടെ തോളിൽ ആരോ ഏതോ ഒരുത്തൻ കയറി ഇപ്പൊ ജീവിക്കുന്നുണ്ട്. അവളല്ലെങ്കിൽ ഏതോ ഒരുത്തന്റെ കൂടെ ഇരുന്ന് ജീവിക്കുന്നുണ്ട്. അവൾക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അവള് വെറുത്തുപോയി അവളുടെ ജീവിതം. അത് ഞാനുമായിട്ട് താരതമ്യം ചെയ്ത് അങ്ങ് പറഞ്ഞ് എഴുതി വെക്കുക.